അഭിലാഷിൻ്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ 2ാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷാണ് എന്നോട് എഴുതുന്നത്. അപ്പോൾ ഒരു വലിയ ചിത്രമാണ്. അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് ഉണ്ണി മുകുന്ദനും കാണും. അപ്പോൾ അത് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ഒരു വിളിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ രഞ്ജൻ, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സുഹൃത്തിൻ്റെ മകൻ. എനിവേ, എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ മുരളിക്കും. ഈ സുമതിയുള്ളതിൻ്റെ ഒരു ത്രെഡ് അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ്. പിന്നെ ഒരൊത്തിരി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം ഗ്യാരണ്ടി വെക്കുന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് വിട്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു. ഹൊററിന് എന്നും ഒരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശഗംഗ ആയിക്കോട്ടെ, വലിയ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ, ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷിയും ഞാനും പോലും പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കറിൻ്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ രഞ്ജിൻ രാജ്, പിന്നെ അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തു. അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർക്ക് എന്നുള്ളൊരു സത്യമാണ്. അഭിലാഷിനെ പോലെയുള്ള അങ്ങനെപോലെയുള്ള ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു സ്ട്രാറ്റജിക്കുള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക. അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല.